തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ലക്ഷങ്ങൾ വരുമാനമായിട്ട് കിട്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് പ്രൂഫ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിന് ഇപ്പം ലക്ഷക്കണക്കിന് വ്യൂസ്, ഇപ്പം എൻ്റെ ഒരു വീഡിയോയ്ക്ക് 3 ലക്ഷം 2 ലക്ഷം ഒക്കെ വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് എത്ര റവന്യൂ ആണ് കിട്ടിയത്, അതേപോലെ 1000 വ്യൂസിന് എനിക്ക് എത്ര റവന്യൂ ആണ് കിട്ടുന്നത് എന്ന കാര്യവും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സോ വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് കണ്ടാൽ മാത്രമേ ക്ലിയർ ആയിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. സോ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് നവംബർ മാസത്തിലാണ് ആൾക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടിയത്. ലോങ് വീഡിയോസിന് നല്ല വ്യൂസ് ഒക്കെ കിട്ടിയ ഒരു മന്ത് ആയിരുന്നു നവംബർ മാസം. അതുകൊണ്ട് തന്നെ നവംബർ മാസത്തിൽ ആൾക്ക് യൂട്യൂബിന് മാത്രം കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് 2 ലക്ഷത്തി സംതിങ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഡിസംബറിലും നല്ല രീതിയിലുള്ള റവന്യൂ കിട്ടി. ഡിസംബറിൽ കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് 2,66,000 സംതിങ് ആണ്. ഓക്കെ, പിന്നെ ജനുവരി. ഹലോ ഗായ്സ്, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തവരും ഇനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നവരും എല്ലാവരും അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാര്യം ഒരുപാട് പേര് വീഡിയോസ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് ലാസ്റ്റിലേക്ക് വെക്കണ്ട, വീഡിയോ കണ്ടു തീർന്നിട്ട് ലൈക്ക് ചെയ്യാന്ന് വിചാരിക്കേണ്ട, ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ അതിനകത്ത് സക്സസ് ആവത്തുള്ളൂ. ഓക്കെ, ഇന്നിപ്പം നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയെന്ന് വെച്ചോ. ഞാൻ ഇന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, 3-4 വീഡിയോ ഇട്ട് ഇപ്പൊ തന്നെ ഞാൻ അതിൽ നിന്ന് ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ അങ്ങനെ വൈറലാവും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആവാനുള്ള സാധ്യത 50-50 ആണ്. അതായത് ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 100% ആൾക്കാരിൽ 90% ആൾക്കാരും നല്ലപോലെ കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസ് ഇട്ടിട്ടാണ് എന്താവുന്നത്, ക്ലിക്കായിട്ട് വരുന്നത്. പക്ഷെ ഒരു 10% ആൾക്കാരിൽ ചിലപ്പോൾ അവരുടെ ഫസ്റ്റ് വീഡിയോ തന്നെ വൈറലാവും, അല്ലെങ്കിൽ സെക്കൻഡ് വീഡിയോ തന്നെ വൈറലാവും. അതിനകത്ത് ചെറിയൊരു ഭാഗ്യം കൂടെ വരും, പിന്നെ അവരുടെ ഹാർഡ് വർക്കും കൂടെ വരും. കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ആരും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലെന്നല്ല. ഇപ്പൊ ഞാനാണെങ്കിലും ചെറിയൊരു ക്രിയേറ്റർ ആണ്, നിങ്ങളെ പോലെ തന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ചെറിയൊരു ക്രിയേറ്റർ ആണ് ഞാനും. അപ്പോൾ നമ്മൾ അതിനകത്ത് കൺസിസ്റ്റൻസി ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റോ സക്സസോ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പൊ ചിലവർ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ലിക്കായി വൈറലായി പോകുന്നവരുണ്ട്. പക്ഷെ എല്ലാവർക്കും അതേപോലെ ആയിരിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ സക്സസ് ആകും എന്ന വിശ്വാസത്തോടു കൂടി ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം എനിക്കറിയാവുന്ന കുറേ പേര്, ഇപ്പം ഞാനിപ്പം എൻ്റെ ചാനലിൽ മെയിനായിട്ട് പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റും പിന്നെ അല്ലാതെ ചെറിയ റീൽസ് ചലഞ്ചസ് ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ റവന്യൂ കിട്ടിയ സമയത്ത് ഒരുപാട് പേര് യൂട്യൂബിനെ കുറിച്ചുള്ള ടിപ്സ് ചോദിച്ച സമയത്ത് ചെറിയ യൂട്യൂബേഴ്സിനെയും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഫേർട്ട് എടുത്ത് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കുറേ വീഡിയോസ് ഇട്ടു, എനിക്ക് റീച്ച് കിട്ടുന്നില്ല, വ്യൂസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വീഡിയോസ് നമ്മൾ ചുമ്മാ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം, ആ ഒരു വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരിക. ഓക്കെ, എപ്പോഴും സ്ഥിരമായിട്ട് ഒരേ മോഡൽ തന്നെ വീഡിയോസ് ഇടാതെ, അല്ലെങ്കിൽ ചുമ്മാ എവിടെയെങ്കിലും പോകുന്ന ചുമ്മാ ഷൂട്ട് ചെയ്തിടാതെ ഒന്ന് വോയിസ് ഓവർ കൊടുത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ. വോയിസ് ഓവർ ഒക്കെ ആദ്യമേ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്, നമുക്ക് അച്ചടി ഭാഷ പോലെയൊക്കെ ഫീൽ ചെയ്യും അത് കേൾക്കുന്നവർക്ക്. അത് നിങ്ങൾ ചെയ്തേ അത് മാറത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടന്റ് പുതിയത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നിങ്ങളുടെ വീഡിയോയ്ക്ക് റീച്ചോ അല്ലെങ്കിൽ വ്യൂസോ കിട്ടാത്ത എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ഫാൾട്ട് അതിനകത്ത് ഉണ്ടാവാം. ഓക്കെ, അത് ഓവർകം ചെയ്ത് പുതിയതായിട്ട് നിങ്ങൾ പിന്നെയും ക്രിയേറ്റ് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇടുന്ന വീഡിയോ ആയിരിക്കത്തില്ല വൈറലാവുന്നത്, ചിലപ്പോൾ നിങ്ങൾ 51ാമത്തെ വീഡിയോ ആയിരിക്കും വൈറലാവുന്നത്, ചിലപ്പോൾ 101ാമത്തെ വീഡിയോ ആയിരിക്കും വൈറലാവുന്നത്, ചിലപ്പോൾ നിങ്ങൾ 15ാമത്തെ വീഡിയോ ആയിരിക്കും വൈറലാവുന്നത്. ഏത് വീഡിയോ ആണ് വൈറലാവുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് കോൺസ്റ്റന്റ് ആയിട്ട് ഇടുക. ഓക്കെ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം,
അതായത് ഏത് സമയത്ത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നല്ല വ്യൂസ് ഒക്കെ കിട്ടുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് എല്ലാം ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്തുള്ള വീഡിയോസിനകത്ത് ഒരുപാട് ടിപ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 1000 സബ്സ്ക്രൈബേഴ്സോ 4000 മണിക്കൂർ വാച്ച് അവറോ ആകുമ്പോഴാണ് ഫുൾ മോണിറ്റൈസേഷൻ ആവുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ. പക്ഷെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂറും വാച്ച് അവറും അച്ചീവ് ചെയ്ത് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ട് ചാനൽ ഇട്ടിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, കണ്ടിന്യൂസ്ലി ആയിട്ട് വീഡിയോ ഇടാതെ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ വാച്ച് അവർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്രൈറ്റീരിയ. അത് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ട് നമുക്ക് 20,000, 30,000, 40,000 രൂപ കിട്ടുമെന്നല്ല എൻ്റെ അർത്ഥം. ആ ഒരു ക്രൈറ്റീരിയ ക്വാളിഫൈ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കയറുന്ന വ്യൂസിനനുസരിച്ചാണ് നമുക്ക് ഡോളർ കയറി തുടങ്ങുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലോങ് വീഡിയോസിന് വ്യൂസ് കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഡോളർ കയറത്തുള്ളൂ. കാര്യം ലോങ് വീഡിയോസിൽ മാത്രമാണ് എന്ത് വരുന്നത്, അഡ്വർടൈസ്മെന്റ് വരുന്നത്. പിന്നെ ഷോർട്സ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഷോർട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ലോങ് വീഡിയോസിനെ കാട്ടി കൂടുതൽ ഷോർട്സ് ആണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണാറുള്ളത്. അപ്പോൾ ഷോർട്സ് വഴി നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. അപ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് വീഡിയോസ് ചെയ്യുവാണെങ്കിൽ, ഷോർട്ട് വീഡിയോസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. ലോങ് വീഡിയോസ് ആണ് നമുക്ക് ബെനിഫിറ്റ്. ലോങ് വീഡിയോസിന്റെ വ്യൂസ് അനുസരിച്ചാണ് നമുക്ക് നല്ല രീതിയിലുള്ള റവന്യൂ വരിക. ഓക്കെ. സോ അതുകൊണ്ട് നിങ്ങൾ ഷോർട്സും ലോങ് വീഡിയോയും ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓരോരുത്തർ ഡൗട്ടൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഭൂരിഭാഗം പേരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, റെഗുലർ ആയിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഷോർട്സ് വഴി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കയറിയവരൊക്കെ ഉണ്ട്. 40,000, 30,000, 50,000 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയവരുണ്ട്. പക്ഷേ ലോങ് വീഡിയോസ് അവർ റെയർ ആയിട്ട് എടുത്തുള്ളൂ. 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ചിലപ്പോൾ 4 മാസം കൂടുമ്പോഴൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ലോങ് വീഡിയോയ്ക്ക് തീരെ വ്യൂ ഇല്ല. 1000 പോലും വ്യൂ കയറത്തില്ല, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് പറ്റും, അതായത് നമ്മളൊരു ചാനൽ നമ്മളിപ്പം ചിലപ്പോൾ ജോലി റിസൈൻ ചെയ്ത് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ഉണ്ടാവാം, അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ ഒരു കരിയർ ആയിട്ട് എടുക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഷോർട്സ് മാത്രം ഇട്ട് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ട് ലോങ് വീഡിയോ വളരെ റെയർ ആയിട്ട് ഇടുവാണെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കുറയും. അതായത് ഷോർട്സിന് പതുക്കെ മാത്രമേ റവന്യൂ കിട്ടത്തുള്ളൂ. ഷോർട്സിന് നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ റവന്യൂ കിട്ടത്തുള്ളൂ. അതിൻ്റെ പ്രൂഫ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയത്തില്ല, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട്. ഒരു കാരണവശാലും നിങ്ങൾ തളരരുത്, ഡെസ്പ് ആവരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടന്റ്സ്, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. നിങ്ങളുടെ ടൈറ്റിൽ, തമ്പനെയിൽ, ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ എല്ലാ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിച്ച് നല്ലപോലെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ സക്സസ് ആവും. ഓക്കെ. ഇപ്പം ഞാൻ വേറൊരു ടിപ്സ് പറഞ്ഞുതരാം. അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ഒക്കെ ചെയ്യുന്ന ചാനൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഇപ്പം ഏതെങ്കിലും ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ചാനൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ചാനൽസിനൊക്കെ നല്ല റീച്ച് ഉണ്ട്. കാര്യം റീസെൻ്റ് ആയിട്ട് നടക്കുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിരിക്കും അവർ അവരുടേതായ കാഴ്ചപ്പാടുകൾ വെച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സക്സസ് ആവും. ക്രിട്ടിസൈസ് ചെയ്യുന്ന ചാനൽസ്. ഓക്കെ. പോസിറ്റീവ് ക്രിറ്റിസിസം ഉണ്ട്, നെഗറ്റീവ് ക്രിറ്റിസിസം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടേതായ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനത്തെ ചാനൽസ് സക്സസ് ആവും. അതേപോലെ തന്നെ ഫാമിലി വ്ലോഗ്, നല്ല അടിപൊളിയായിട്ട് ഡെയിലി ഉള്ള കാര്യങ്ങൾ സംസാര ശൈലിയിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത ചാനൽസ് ആണെങ്കിലും ആ ഫാമിലി വ്ലോഗ് ചാനൽസും പെട്ടെന്ന് തന്നെ സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെയാണ് ഫുഡ് ബ്ലോഗും ട്രാവൽ ബ്ലോഗും. പക്ഷെ ഫുഡ് ബ്ലോഗും ട്രാവൽ ബ്ലോഗിനകത്തും നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. അല്ലേ? നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ട്രിപ്പ് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള പൈസ വേണം. അതുപോലെ തന്നെ ഫുഡ്, നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് പോകുമ്പോഴും പൈസയുടെ ആവശ്യമുണ്ട്. ഈ 2 കണ്ടന്റ്സിന് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു യൂട്യൂബിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളൊരു പൈസ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രാവലും അതുപോലെ ഫുഡ് ബ്ലോഗും ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫാമിലി ബ്ലോഗോ അല്ലെങ്കിൽ ഇങ്ങനെ ക്രിറ്റിസിസം ചെയ്യുന്ന
കണ്ടന്റ് ഉള്ള ചാനൽസ് സ്റ്റാർട്ട് ചെയ്താലും സക്സസ് ആവും. പിന്നെ അതുപോലെയാണ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, ഇപ്പം നിങ്ങൾ പബ്ലിക്കിനോട് പോയി എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒപ്പീനിയൻ ചോദിക്കുന്നതോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചലഞ്ച്, ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത്ര രൂപ തരാമെന്നുള്ള ചലഞ്ച് ഒക്കെ ചെയ്യുന്നതിനും ഈ പറയുന്നത് പോലെ നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂസും കയറും. അപ്പം ഇതിലുള്ള ഏതെങ്കിലും കണ്ടന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക. കോൺസ്റ്റന്റ് ആയിട്ട് അതും ഈ പറയുന്നത് പോലെ 1-2 വീഡിയോ ഇട്ടിട്ട് നിർത്തരുത്. കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കണ്ടന്റ്സ് ക്ലിക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ ഈ ഒരു കണ്ടന്റ്സ് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ചിലവർക്ക് ചിലപ്പോൾ വലിച്ചു നീട്ടലായിട്ട് തോന്നാം. പക്ഷെ അത് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. കാര്യം നിങ്ങൾ ഇങ്ങനെ ഒന്നും അറിയാതെ ഈ ഒരു കാര്യം മാത്രം കേട്ടു പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ഒരു ഭാഗം മാത്രം കണ്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്തു പോകും. അപ്പം അത് വരാതിരിക്കാനാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ കാണാൻ പോകുന്ന സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, ഈ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ആ ഒരു തമ്പനയിൽ കൊടുത്ത പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാനൽ ആരുടെയാണ്, ചാനലിന്റെ പേരെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം അത് റിവീൽ ചെയ്യേണ്ടെന്നാണ് ആള് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, യൂട്യൂബ് വഴി തന്നെ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് പരിചയപ്പെട്ടതാണ്. അപ്പം ആൾക്ക് ഇപ്പം 5 ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓക്കെ, 5 ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ ആളുടെ ആ ഒരു ഇൻകം ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് റവന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അനലിറ്റിക്സ് എടുക്കുമ്പോൾ റവന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് സത്യത്തിൽ മോണിറ്റൈസേഷൻ ആയവർക്ക് മാത്രമേ ആ ഒരു ഓപ്ഷൻ വരത്തുള്ളൂ. അല്ലാത്തവർക്ക് ആ റവന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരത്തില്ല. അപ്പം പുള്ളിയുടെ ഇൻകം ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആളുടെ റവന്യൂയുടെ അനലിറ്റിക്സ് എടുക്കുന്ന സമയത്ത് ഒക്ടോബർ മാസത്തിൽ ആൾക്ക് കിട്ടിയിരിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് 64,000 സംതിങ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് നവംബർ മാസത്തിലാണ് ആൾക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടിയത്. ലോങ് വീഡിയോസിന് നല്ല വ്യൂസ് ഒക്കെ കിട്ടിയ ഒരു മന്ത് ആയിരുന്നു നവംബർ മാസം. അതുകൊണ്ട് തന്നെ നവംബർ മാസത്തിൽ ആൾക്ക് യൂട്യൂബിൽ നിന്ന് മാത്രം കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് 2 ലക്ഷത്തി സംതിങ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഡിസംബറിലും നല്ല രീതിയിലുള്ള റവന്യൂ കിട്ടി. ഡിസംബറിൽ കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് 2,66,000 സംതിങ് ആണ്. ഓക്കെ, പിന്നെ ജനുവരി ആയപ്പോഴത്തേക്ക് വ്യൂ കുറച്ച് കുറഞ്ഞു ലോങ് വീഡിയോസിന്. അപ്പം എന്ത് പറ്റി? അപ്പം കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് 91,000 ആണ്. ഓക്കെ, 91,000 സംതിങ് ആണ് കിട്ടിയത്. പിന്നെ ഫെബ്രുവരി, ഇപ്പം ഈ ഒരു മാസം, ഇപ്പോൾ ഫെബ്രുവരി 2025 കേസാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് 2026 27 ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 2025 ഫെബ്രുവരിയിലെ ആൾക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് ഓൺ ഗോയിങ് എന്ന് പറഞ്ഞാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം 28,000 എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ആ ഒരു ഫെബ്രുവരി മന്ത് തീരുമ്പോഴത്തേക്കും എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള റവന്യൂ അവിടെ മോളിൽ കാണിച്ചിട്ടുണ്ട്. അതൊരു 80,000 മോളിലായിരിക്കും, 80,000 മോളിലായിരിക്കും കിട്ടുക. അതിൽ കൊടുത്തേക്കുന്ന 87,000 ആണ്. പക്ഷെ 80,000 മോളിൽ എന്തായാലും കിട്ടും. ഓക്കെ, അതായത് ആളുടെ മന്ത്ലി, അതായത് ഇപ്പം നവംബറിലും ഡിസംബറിലും 2 ലക്ഷത്തി പുറത്ത് കയറി. പിന്നീട് ജനുവരിയിൽ അത് 91,000 ആയി. അപ്പൊ ഇനിയുള്ള മാസങ്ങളിൽ ആൾക്ക് എന്തായാലും ഒരു 80,000 മേലെയുള്ള റവന്യൂ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇത്രയും ഇൻകം കിട്ടുന്ന ഒരു ചാനലിന്റെ കേസ് ആണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ വീഡിയോ കോൺസ്റ്റന്റ് ആയിട്ട് ഇടാതിരുന്നു, ഇപ്പൊ ആ ഒരു ചാനലിലാണെങ്കിൽ ഒരു 5-6 മാസം നിങ്ങൾ വീഡിയോ ഇടാതിരുന്നാൽ ഇപ്പം ഈ ഒരു 80,000 മേലെ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് 30,000-ലോ 20,000-ലോ 40,000-ലേക്ക് പോവാം. ഇപ്പൊ യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങളൊരു കരിയർ ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കാൻ എന്തായാലും ശ്രമിക്കുക. ഇപ്പൊ എത്രയൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, അതിപ്പം സക്സസ് ആയ ചാനലാണെങ്കിലും അല്ലാതുള്ള ചാനൽസ് ആണെങ്കിലും നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ലോങ് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാനിപ്പോൾ ഈ കാണിച്ച ചാനൽ എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള വലിയ ചാനലിന്റെ കേസാണ്. ഇനിയിപ്പം നമ്മളെ പോലെയുള്ള കുഞ്ഞ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കാര്യം പറയാം. ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ചാനലിന്റെ കാര്യമാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ഷോർട്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയത് 3 ലക്ഷത്തി സംതിങ് ആണ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ ടൈപ്പ് വീഡിയോന്റെ ചെറിയൊരു ഷോർട്സ് ഞാൻ എടുത്തിട്ട സമയത്ത് 3 ലക്ഷത്തി സംതിങ് വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയിൽ എനിക്ക് കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണാം. 3 ലക്ഷം വ്യൂസ് കിട്ടിയ ഷോർട്ട് വീഡിയോ ആണ്. ഓക്കെ, ആ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയത് $4.56 ആണ്. ഇപ്പോൾ $1 വില എന്ന് പറയുമ്പോഴത്തേക്ക് 87 സംതിങ് ആണ് വരുന്നത്.
അപ്പോൾ $4.56 ആ ഒരു 3 ലക്ഷം വ്യൂസ് കിട്ടിയ ഷോർട്ട് വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയത്. ഇപ്പോഴത്തെ ഡോളറിൻ്റെത് ഞാൻ പറയുകയാണ്, അതായത് ഇപ്പോൾ 2025 ഫെബ്രുവരിയിലാണ് ഞാൻ പറയുന്നത്. 86.94. നേരത്തെ ഞാൻ 87 എന്നാണ് പറഞ്ഞത്, സോറി, 86.94. ഓക്കെ, അതിപ്പം നമുക്കൊന്ന് റൗണ്ട് ഓഫ് ചെയ്ത് 85 ആക്കി എടുക്കാം. അപ്പം എനിക്ക് ആ ഒരു 3 ലക്ഷം കിട്ടിയ വീഡിയോയ്ക്ക് കിട്ടിയത് $4.56. അതായത് ഏകദേശം 387.6 രൂപയാണ് കിട്ടിയത്. വെറും 387.6 രൂപയാണ് ആ 3 ലക്ഷം വ്യൂസ് കിട്ടിയ ഷോർട്ട് വീഡിയോയ്ക്ക് കിട്ടിയത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് അതിനകത്ത് ചൂസ് ചെയ്തത്. പെറ്റ് ആൻഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാറ്റഗറി ചൂസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു കാറ്റഗറിയാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇപ്പം ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് റവന്യൂ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം എന്റർടൈൻമെന്റ് കോമഡി ഒക്കെ ചെയ്യുന്നതിന് ചിലപ്പോൾ വേറെ റവന്യൂ ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷനും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കുറച്ചും കൂടെ റവന്യൂ കൂടുതലാണ്. അപ്പം അതിന് കിട്ടിയതാണ് ഞാൻ പറഞ്ഞ 387 രൂപയാണ് ആ ഒരു 3 ലക്ഷം വ്യൂസ് കിട്ടിയ ഷോർട്സിന് എനിക്ക് കിട്ടിയത്. അടുത്ത ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് 2,43,000 സംതിങ് ആണ്. അതൊരു ക്രിസ്മസ് കരോൾ വന്ന സമയത്ത് ഷൂട്ട് ചെയ്തിട്ട വീഡിയോ ആണ്. അപ്പം ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് ഈ പറയുന്ന പോലെ 2,43,000 വ്യൂസ് കിട്ടിയപ്പം 761 സബ്സ്ക്രൈബേഴ്സ് ആണ് കയറിയത്. നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം. അതിന് കിട്ടിയത് വെറും $1.94 ആണ്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി ആയിരുന്നു ചൂസ് ചെയ്തത്. അപ്പം നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കാറ്റഗറി ചൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് റവന്യൂവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വ്യത്യാസങ്ങൾ വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു 3 ലക്ഷം വ്യൂ കിട്ടിയ വീഡിയോ ഉണ്ടല്ലോ, ഷോർട്ട് വീഡിയോ, ആ വീഡിയോയ്ക്ക് ഞാൻ എൻ്റെ സ്വന്തം വോയിസ് ആയിരുന്നു. ഓക്കെ, അതേസമയം ഈ ഒരു കരോളിൻ്റെ ഇട്ടത് ഞാൻ ഈ യൂട്യൂബിൽ തന്നെ, നിങ്ങൾക്ക് അറിയാലോ ഷോർട്സ് നമ്മൾ ഇടുന്ന സമയത്ത്, വീഡിയോ ഇടുന്ന സമയത്ത് യൂസ് ദിസ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത് സിനിമ പാട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു സിനിമ പാട്ട് ഇട്ടുകൊണ്ടാണ് അവിടെ ഇച്ചിരി കൂടെ റവന്യൂ കുറഞ്ഞത്. നമ്മൾ ഷോർട്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺ വോയിസ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോയ്ക്കാണ് സാധാരണ നമ്മൾ പാട്ടൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസിനെ കാട്ടിയിട്ട് കുറച്ചും കൂടെ റവന്യൂ കിട്ടുക. ഓക്കെ, ഷോർട്സിൻ്റെ കേസിൽ അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ഓൺ വോയിസിനായിരിക്കും കുറച്ചും കൂടെ റവന്യൂ വരിക. ഇനി ഷോർട്സിൻ്റെ 1000 കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ, അതൊരു പാട്ട് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയത് കണ്ടോ 0.02 റവന്യൂ എന്നാണ്. പിന്നെ അവിടെ നിങ്ങൾക്ക് ഒരു ടൈമറിൻ്റെ സിമ്പിൾ കാണാനായിട്ട് പറ്റും. അതായത് ബാക്കി ഡീറ്റെയിൽസ് ഇങ്ങനെ ലോഡ് ആവുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വെറും $0.0 ആണ് അവിടെ കയറിയത്. അതായത് 1000 മേലെ, ഒരു 1000-നും 2000-ൻ്റെ ഒക്കെ ഇടയിൽ വരുമ്പോഴത്തേക്ക് 0.02, 0.05 അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഷോർട്സിൽ വരിക. അത് ഈ പറയുന്നത് പോലെ നമ്മുടെ സ്വന്തം വോയിസും വേറെ സിനിമ സോങ്സും തമ്മിലുള്ള ചെറിയ വേരിയേഷനും പിന്നെ നമ്മൾ കാറ്റഗറി ചൂസ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വേരിയേഷനും അവിടെയും വരും. ഇനി ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് എൻ്റെ ലോങ് വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയതിൻ്റെയാണ്. എൻ്റെ ലോങ് വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് 38,000 ആണ്. 38,900 ആൻഡ് സംതിങ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത്. അപ്പം ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് ജനറേറ്റ് ആയ ഡോളർ എന്ന് പറയുന്നത് $14.08 ആണ്. ഓക്കെ, $14.08. അതായത് ഇപ്പോഴും ഞാൻ ആവറേജ് 85 തന്നെയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ 85 വെച്ച് കൂട്ടുന്ന സമയത്ത് 1,190 രൂപ. ഓക്കെ, അതാണ് ആ ഒരു വീഡിയോയ്ക്ക്, അതായത് ഒറ്റ വീഡിയോയ്ക്ക് തന്നെ 1000 സംതിങ് രൂപയാണ് കിട്ടിയത്. അത് 38,000 കിട്ടിയത്. ഓക്കെ, അതേസമയം ഈ ഒരു വീഡിയോയ്ക്ക് 3 ലക്ഷം വ്യൂസ് കിട്ടുമായിരുന്നെങ്കിൽ, അതായത് ഷോർട്സിന് കിട്ടിയ 3 ലക്ഷം വ്യൂസ് എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടുമായിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഇൻകം ആ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് ജനറേറ്റ് ആയേനെ. മനസ്സിലായില്ലേ? അപ്പോൾ 38,000 കിട്ടിയ ലോങ് വീഡിയോയ്ക്ക് 1000 സംതിങ് രൂപയും 3 ലക്ഷം വ്യൂ കിട്ടിയ ഷോർട്ട് വീഡിയോയ്ക്ക് എത്ര, $4, അതായത് 300 സംതിങ് രൂപയാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അതായത് ലോങ് വീഡിയോയ്ക്ക് നല്ല വ്യൂസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് ഉണ്ടാവും, 1000 സംതിങ് വ്യൂസ് കിട്ടുന്ന ലോങ് വീഡിയോയ്ക്ക് എത്രയാണ് ഇൻകം വരിക എന്നുള്ളത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ട് ഒരു കണ്ടന്റ് ചെയ്തിട്ട് വീഡിയോയിലുള്ള ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് കിട്ടിയത് 1984 വ്യൂസ് ആണ് കിട്ടിയത്. ഓക്കെ, 1984 വ്യൂസ് കിട്ടി. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് വന്ന റവന്യൂ എന്ന് പറയുന്നത് 1.16 ആണ്. അവിടെയും ആ ഒരു ടൈമറിന്റെ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്, അത് ലോഡിംഗ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 1.16 എന്ന് പറയുന്നത് ഏകദേശം 98 റുപ്പീസ്, അതായത് നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുമ്പോഴത്തേക്ക് 98 രൂപയാണ് വരുന്നത്. അത് ഞാൻ 85 വെച്ചാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ 98 രൂപയാണ് വരിക. മനസ്സിലായില്ല? അതായത് അവിടുത്തെ 1 രൂപ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 98 രൂപ, 1.16 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 98 രൂപ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്.
ഷോർട്സിനാണെങ്കിൽ ഈ പറയുന്ന 1000 വ്യൂസ് കിട്ടുമ്പോൾ വെറും 0.02 അല്ലെങ്കിൽ 0.05 അങ്ങനെയൊക്കെ വരുള്ളൂ 1000 വ്യൂസിന്. അതേസമയം ലോങ് വീഡിയോയ്ക്കാണെങ്കിൽ കണ്ടോ നല്ല വ്യത്യാസമുണ്ട്. ലോങ് വീഡിയോയ്ക്കാണെങ്കിൽ നമ്മൾ ഈ ഒരു കാറ്റഗറി അനുസരിച്ച് മാറും. ഇപ്പം ഇതിനകത്ത് വന്നേക്കുന്നത് 1.16 ആണ്. അപ്പം നമുക്ക് റവന്യൂവും അതുപോലെ തന്നെ പരസ്യവും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ലോങ് വീഡിയോയ്ക്ക് വരുന്നുണ്ട്. ലോങ് വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ഉള്ളവർക്കാണ് ഈ പറയുന്നത് പോലെ നല്ല രീതിയിലുള്ള ഒരു ഇൻകം കിട്ടുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ യൂട്യൂബ് ഒരു കരിയർ ആയിട്ട് നിങ്ങൾ നല്ല രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് യൂട്യൂബ് തുടങ്ങിയെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ലോങ് വീഡിയോസ് കാര്യങ്ങളും കൂടെ ഷോർട്സിനോടൊപ്പം തന്നെ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഒരുപാട് പേര് ഇങ്ങനെ ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ലോങ് വീഡിയോയ്ക്ക് 1 ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷമോ ഒക്കെ വ്യൂ ഇടുമ്പം എത്ര ഡോളർ കിട്ടും എന്നുള്ള കാര്യമൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. കാര്യം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ലോങ് വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ വന്ന വ്യൂ എന്ന് പറഞ്ഞാൽ 38,000 സംതിങ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ വ്യൂ വരുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചാനൽ നിർത്തരുത്. ഓക്കെ, ആ കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ട് നിങ്ങൾ പോവുക, ഉറപ്പായിട്ടും സക്സസ് ആവും. അപ്പോൾ അത്രേ ഉള്ളൂ പറയാൻ. ബൈ, ടേക്ക് കെയർ.